ജയ്പൂരിൽ അടുത്ത് തീപിടിച്ച ഈ ചരക്ക് കപ്പലിലെ തീ ഇപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ അണയ്ക്കാൻ പുതിയൊരു പരീക്ഷണം കൂടി ഡ്രൈ കെമിക്കൽ പൗഡർ വിതറും. ഇതിന് മുകളിൽ ഹെലികോപ്റ്റർ വഴിയായിരിക്കും ഈ പൗഡർ വിതറുക. നേവി ഹെലികോപ്റ്ററുകൾ ഇന്ന് അതിനായിട്ട് എത്തിച്ചേരുമെന്ന് പറയുന്നു. ശ്യാം വീണ്ടും ചേരുന്നു. ശ്യാം, അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? SK നേവിയുടെ പ്രത്യേക സംവിധാനമുള്ള ഹെലികോപ്റ്ററുകൾ ഇന്ന് ആ തീ പിടിച്ച കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ബേപ്പൂർ തീരത്തേക്ക് എത്തുമെന്നുള്ള വിവരമാണ് സേനാവൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ കെമിക്കൽ പൗഡർ എന്നുള്ള ഒരു വസ്തുവാണ്. ഇത് ഹെലികോപ്റ്ററുകൾ എത്തിച്ച് തീ പിടിക്കുന്ന ഭാഗത്തേക്ക് ആകാശത്ത് നിന്ന് വിതറും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി തീ കൂടുതൽ നിയന്ത്രണ വിധേയമാകും. കടലിലെ കാറ്റും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ പ്രതികൂലമായിരിക്കുന്നത്. ആ സാഹചര്യം മറികടക്കാനാണ് ഇന്ന് ഈ പ്രത്യേക സംവിധാനം ഒരുക്കുന്നത്. അത്തരം സംവിധാനമുള്ള ഹെലികോപ്റ്ററുകൾ നമ്മളുടെ നേവിയുടെ കൈവശമുണ്ട്. ആ ഹെലികോപ്റ്ററുകളാണ് ഇന്ന് ഇങ്ങോട്ട് എത്തിക്കുക. അതിൽ നിന്നാകും ആകാശമാർഗം തീയണയ്ക്കാനായി ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന രാസവസ്തു തന്നെ ഉപയോഗിക്കുക. ഇതിലൂടെ കപ്പലിലെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കാനാകുമെന്നുള്ളതാണ് സേനയുടെ പ്രതീക്ഷ. SKN.